കുടുംബത്തിലെ വലിയ കുട്ടീന്റെ പെരുന്നാളാണ്. അതുകൊണ്ട് ഇന്നത്തെ പരിപാടിന്റെ സാധനം മേടിക്കുന്ന മൊത്തം ചുമതല നമുക്ക് രണ്ടാക്കുവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന കുടുംബത്തിൽ പണിയൊന്നും ഇല്ലാത്ത നിങ്ങൾക്കല്ലേ, അതുകൊണ്ടല്ലേ ഏൽപ്പിച്ചേന്ന്. എന്നാ അങ്ങനെയല്ല, ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒരു ഞങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു കല്യാണ പരിപാടികൾ ലിസ്റ്റ് ഉണ്ട്, ഇതൊക്കെ എപ്പോഴത്തെ തീരാനാവോ? അതും ചേട്ടനോട് സഹായം വേണ്ട, നമ്മൾ തന്നെ എടുത്തോളൂ പറഞ്ഞതാ. ചിലത് നോക്കിയിട്ട് എന്താ സാധനം പോലും തിരിയുന്നില്ല, കണ്ടില്ല രണ്ടെണ്ണവിടെ ഒന്നും മെഴുകണത്. അതുകൊണ്ട് നമ്മൾ ചേട്ടനെ കളത്തിൽ ഇറക്കി. ഇനി കാര്യങ്ങൾ പടയുന്നതായിരിക്കും. ഞാൻ ബിരിയാണി റൈസ് എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നുണ്ട് അസർഫ് എടുക്കാം. ഞാൻ വിചാരിച്ചെടുത്ത പണിക്കാരൻ അസർഫ് ഓരോന്ന് എടുത്ത് തരുവയ്ക്കുന്നു. പിന്നെയല്ലേ മനസ്സിലായി ഈ അരിന്റെ പേര് അസർഫ്. എന്തൊക്കെ പേരല്ലേ ഓരോ സാധനത്തിന്. ഈ പേരൊക്കെ ആരൊക്കെ ഇതിനൊക്കെ ഇങ്ങനെ ഇടണേ? ഈ തക്കാളിനുള്ളിൽ ആരൊക്കെ ആദ്യം പേരൊക്കെ ഇട്ട് വിളിച്ചിട്ടുണ്ടാവും. എനിക്ക് പണ്ടേ ഡൗട്ടാ, നിങ്ങൾക്ക് അറിയോ? ബില്ലാക്കിട്ട് വേഗം പോട്ടെ, എന്തൊക്കെ പണിയുണ്ട് ബാക്കി. ഇങ്ങനെ സാധനങ്ങളെല്ലാം കയറ്റി ഇനി അടുത്ത സ്പോട്ടിലേക്ക്. എന്താ മോനെ ചേട്ടാ, ഒരു 2 kg പോർക്ക് ബീറ്റ് വേണം. നാട്ടുകാരെ തിരിക്കണതും ഒക്കെ പണം പോയി കഴിഞ്ഞാൽ ഒരു 4.5 കോടി രൂപയുടെ കച്ചവടം. 4.5 കോടി രൂപയുടെ കച്ചവടം? ചില്ലറ കളിയാ, നീ ഇത് തമാശ എഴുതിയേ. 4.5 കോടി രൂപയുടെ ബിസിനസ് ഉണ്ട്. എന്താ നിനക്ക് തുടങ്ങാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല ഏട്ടാ, കോളേജൊക്കെ ഒന്ന് കഴിയട്ടെ. ഇങ്ങനെ ആക്കുന്നതിനിടയ്ക്ക് ഒരു പീസ് എടുത്ത് കഴിക്കാൻ. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇത് നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? അങ്ങനെ നമ്മുടെ കഥയിലെ നായികത്തി ഇത് സർപ്രൈസ് ആയതുകൊണ്ട് പറയാണ്ട കൂട്ടി വന്നേ. പിന്നെ സർപ്രൈസിന് ആരെങ്കിലും പറഞ്ഞിട്ട് കൂട്ടി വരുമോ? താൻ എന്തുവാടോ? പിന്നെ കിരീടവും ആളെ കൊടുത്തപ്പോ കാര്യം മനസ്സിലായി. അതുവരെ വേറെ ആരും എടുത്തിട്ടെന്ന് വിചാരിച്ചേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്നെല്ലാരും ഗിഫ്റ്റ് കൊടുക്കുന്ന തിരക്കായിരുന്നു. അല്ല ഷർട്ടും പാന്റും അടിച്ചു മാറ്റായിരുന്നു. ഇപ്പൊ സാരിട്ട് ഞാനെന്ത് കാണിക്കാനോ? വീടാകെ സമാധാന അന്തരീക്ഷം. മുകളിൽ പോയി നോക്കുമ്പോൾ കാര്യം മനസ്സിലായേ. എന്തൊക്കെ ആയാലും അവസാനം ഒരു അടി, അത് നിർബന്ധ. സാധനം കുറഞ്ഞ കയ്യിലാണ്. ഇത് എന്താ ഇത്? നിങ്ങളിങ്ങനെ ഇത് നോക്കിയിരിക്കാതെ പോയി എന്തെങ്കിലും കഴിക്കും. അപ്പൊ എല്ലാവർക്കും എന്റെ അച്ഛൻ്റെ ഒക്കെ ടാറ്റാ.